ഹായ് ഗായ്സ്, ഇന്നൊരു വെറൈറ്റി വ്ളോഗാണ്. കാരണം ഓൾഡ് സ്കൂൾ സഞ്ചരിക്കാത്ത ഒരു വ്ളോഗാണിത്. അതെ, നമ്മൾ അങ്ങനെ ഡെയറിങ് ആവാത്ത ഒരു സാധനമാണ്. നമ്മളങ്ങനെ സ്ഥിരം സഞ്ചരിക്കാത്ത വല്ലപ്പോഴും വീട് കിട്ടുന്ന ഒരു അവസരം എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. വളച്ചിട്ടില്ല. ഒരു ഇനോഗ്രേഷൻ വ്ളോഗാണ്. ഓൾഡ് സ്കൂളിന്റെ ആദ്യത്തെ ഇനോഗ്രേഷൻ. ഇത് എല്ലാവർക്കും ഒരു അഭിമാന നിമിഷമാണ്. അതെ, ഒരു സംരംഭം നമ്മൾ ആദ്യമായിട്ടാണ്. എല്ലാരും എണീറ്റ് നിന്ന് കൈ വെക്കും. കൈ അടിക്കും. ലാസ്റ്റ് ടൈം നമ്മൾ ഇതുപോലെ ഒരു കോളേജ് ഇനോഗ്രേഷന് പോയിട്ട് കത്തിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. അത് പക്ഷേ അതൊരു സംരംഭമല്ലല്ലോ, അതൊരു ഫെസ്റ്റ്. ഇത് നമ്മളൊരു ബിസിനസ് സാമ്രാജ്യത്തിനാണ് തിരികൊളുത്തുന്നത്. പിന്നെ നമുക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം നമ്മളിന്ന് പോകുന്നത് ഒരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാനാണ്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് വണ്ടിയുണ്ട്. അപ്പോൾ നമ്മളായിരിക്കും ആദ്യമായിട്ട് ചാർജ് ചെയ്യാം. അതെ, നാട മുറിക്കണ മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൂടാ, ചാർജും കൂടെ ചെയ്യാം. ചാർജ് ചെയ്യാൻ പോണ സ്ഥലം ഗോയിസി. നിങ്ങൾ പണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഗോയിസി എനിക്കൊണ്ട് അവർക്കൊക്കെ അറിയായിരിക്കും. ഒരുപാട് നെറ്റ്വർക്ക് ഉള്ള സ്ഥലമാണ്. ഇപ്പൊ നമ്മള് ലുലു മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും കാണാൻ പറ്റുന്ന സാധനമാണ്. ഒരു ഗോയിസിയിൽ ഒരു പുതിയൊരു ചാർജിങ് സ്റ്റേഷൻ നമ്മുടെ ചായ് മരം കഫേ എന്നും പറഞ്ഞൊരു സ്ഥലത്ത് കിളിമാനൂരിൽ ഒരു പുതിയൊരു ചാർജിങ് സ്റ്റേഷൻ 80 കിലോവാട്ടിന്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉദ്ഘാടനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അവിടെ പോയിട്ട് അതെ, നമ്മളിപ്പോ ഓൺ ദ വേ ആണ്. ഇടയ്ക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങി. ആളുകൂടുമെന്ന് എനിക്ക് അറിയില്ല, കാരണം തിരക്കുകൾ അവർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ബൗൺസേഴ്സിനെ പറയാൻ സമയം കിട്ടിയില്ല, ഇല്ലായിരുന്നു ഞാൻ ഒപ്പിക്കായിരുന്നു. ഇന്ന് പോലീസുകാർ എല്ലാരും മറ്റേ ഇലക്ഷൻ ഡ്യൂട്ടി ആയതുകൊണ്ട് അവരും കാണൂല. അക്കൂസെ ഒന്ന് നോക്കണേ, നമ്മളെ ബൗൺസറായിട്ട് പ്രൊട്ടക്ട് ചെയ്യണമെന്ന്. അല്ലല്ല, നീയാണ് പ്രൊട്ടക്ട് ചെയ്യണം. യവന്മാർ രണ്ടുപേരും ചളി അവിടെ നടക്കട്ടെ. അപ്പൊ നമുക്ക് ഇനോഗ്രേറ്റ് ചെയ്യാം. ചെണ്ടമേളമൊക്കെ ഉണ്ട് കേട്ടാ. അതെ, ചെണ്ടമേളം ഉണ്ട്. കുറഞ്ഞു പോയോ ചെണ്ടമേളം? ഇല്ലല്ലോ. ആൾക്കാർ തള്ളിക്കയറ്റം ഇതുവരെ വന്നിട്ടില്ല. തള്ളിക്കയറ്റം ഉണ്ടോ അവിടെ? 1-2 പേര് വന്ന് നിൽക്കണം അവിടെ. മേളത്തിന്റെ കൂടെ ബിപിയും കൂടെ തോന്നുന്നു. എന്ത് നിക്കണ, ഇറങ്ങി വാ ഇങ്ങോട്ട്. അല്ല, അവര് കുറച്ച് അവിടെ ഇതിന്റെ സംഘാടകർ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോരെ. അതിലൊരു പഞ്ച് കിട്ടുള്ളൂ. അതെ, വന്നു, നമ്മളെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ പോവാണ്. നല്ല മേളമുണ്ട്. നീയാണ് നിരന്നൂടെ കേൾക്കാൻ പറ്റുമോ? അവൻ കീ കൊടുത്ത പാവനാണ് നിൽക്കുന്നത്. ഇപ്പൊ കീ കൊടുത്ത പാവനാണ് നിൽക്കുന്നത്. ഇപ്പൊ വരുമോ? അപ്പം ഫസ്റ്റ് ഉദ്ഘാടനത്തിന് മുമ്പ് നമ്മൾ വിളക്ക് കത്തിച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. വിളക്ക് കത്തിക്കണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കും. അപ്പം നമ്മുടെ ഓൾഡ് സ്കൂൾ ബസ് ടീം നമ്മുടെ വേദിയിലേക്ക് വരിക. CEO മിസ്റ്റർ പി ജി രാംനാഥ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മനീഷൻ ചൈമൽ കഫേ ഓണേഴ്സ് രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെട്ടെന്ന് നല്ല എണ്ണ. അങ്ങനെ കേരളത്തിൽ നിന്ന് വളർന്ന് കേരളത്തിൽ നിന്ന് വളർന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ചാർജിങ് സ്റ്റേഷൻ സർവീസ് പ്രൊവൈഡറുടെ കമ്പനിയാണ്. അപ്പോൾ ഈ അഭിമാന മുഹൂർത്തത്തിൽ, ഈ അഭിമാന സന്ദർഭത്തിൽ രണ്ടുപേർക്ക് സംസാരിക്കാനായി ODCയുടെ CEO മിസ്റ്റർ പി ജി രാംനാഥിനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സർ പ്ലീസ്. ഇങ്ങനൊരു സ്ഥലം, ആദ്യം നമ്മൾ നന്ദി പറയേണ്ടത് ഇങ്ങനൊരു സ്ഥലത്ത് നമുക്കൊരു ചാർജിങ് സ്റ്റേഷൻ ഇടാനുള്ള ഒരു അവസരം തരുന്നൊരു മനസ്സുകളെയാണ് ഒഴിച്ച് എന്ന് നോക്കിക്കാണുന്നത്. അത് റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇവിടെ സ്ഥലം വളരെ ലിമിറ്റഡ് ആണെങ്കിൽ പോലും ഇങ്ങനൊരു ലൊക്കേഷനിൽ ആ ഹോട്ടലിൽ വെക്കാമായിരുന്നു. എന്നിരുന്നാൽ പോലും 24 മണിക്കൂർ ഓപ്പറേഷനിലാവാൻ പോകുന്നൊരു ഹോട്ടൽ
അല്ലെങ്കിൽ ഒരു കഫറ്റീരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും ഐഡിയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥലം നമുക്ക് തരികയും. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരും ഇവിടെ വന്ന് ചേർന്ന് ഈ നിമിഷത്തിനൊരു സാക്ഷ്യം വഹിച്ചതിന് ആദ്യമായിട്ട് എല്ലാവരും നന്ദി പറയുന്നു. ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ ചായമരം കഫേ, ഇത്ര മനോഹരമായ ഒരു കഫേ ഹൈവേ സൈഡിൽ ഒരുക്കിയ ചായമരം കഫേ ടീമിൽ നിന്ന് മഹേഷൻ മനീഷ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേർക്ക് സംസാരിക്കാം. ഈ കഫേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 മാസത്തോളമാണ്. അപ്പം ഞങ്ങൾ തുടങ്ങിയ സമയം ആ സമയം മുതൽ ഇത് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ, ഇവിടെ നിൽക്കുന്ന ഒരു ചാർജിങ് സ്റ്റേഷൻ എത്രയോ പേരുടെ എഫേർട്ടാണ്. ബോയ്സ് ടീമിൻ്റെ എഫേർട്ട് ഉണ്ട്, ഈ ചായമരം കഫേയുടെ എഫേർട്ട് ഉണ്ട്, നമ്മുടെ ടീമുമായിട്ട് ബന്ധപ്പെട്ട് വർക്കുന്ന KSEBയുടെ ഗവൺമെൻറ് ബോഡീസ് എല്ലാവരുടെ എഫേർട്ട് ഉണ്ട്, ചാർജിങ് നിർമ്മാതാക്കളുടെ എഫേർട്ട് ഉണ്ട്, അതോടൊപ്പം നമ്മുടെ ചായമരം കഫേയുടെ ഓണേഴ്സിൻ്റെ എഫേർട്ട് ഉണ്ട്, ഒരു ഇൻവെസ്റ്ററുടെ എഫേർട്ട് ഉണ്ട്. അപ്പം EV ഇൻഡസ്ട്രി മുന്നോട്ട് പോകുമ്പോൾ അതൊരു ഒരാളുടെ എഫേർട്ടല്ല, ഒരു ടീം എഫേർട്ടാണ്. വാഹനങ്ങൾ വരുമ്പോൾ ചാർജേഴ്സ് വേണം, ചാർജേഴ്സ് വരുമ്പോൾ ചാർജേഴ്സിൽ തുടങ്ങാനുള്ള കമ്പനികൾ വേണം. അപ്പോൾ ഒരു ടോട്ടൽ എന്താ പറയുക, ഒരു കോർഡിനേഷനിലും ആ സഹകരണത്തിലുമാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിച്ചത് ശക്തിമാമയുടെ അല്ലെങ്കിൽ ഈ സെക്ഷൻ ഉദ്ഘാടനത്തിന് ഒരാളല്ല ഇനാഗുറേറ്റ് ചെയ്യേണ്ടത്. ടീമായിട്ട് വളർന്ന്, ടീമായിട്ട് മുന്നോട്ട് വന്ന്, ടീമായിട്ട് വിജയിച്ച ഒരാൾക്കാരെയാണ് നമ്മൾ ഈ ഇനാഗുറേഷന് വേണ്ടത്. ഐ വെൽക്കം എന്താ പറയണ്ടേ, കേരളത്തിൻ്റെ ബ്ലോഗിംഗ് മേഖലയിൽ അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ തരംഗമായിട്ട് മാറുന്ന വിറ്റിലൂടെയും സ്വതസിദ്ധമായ ശൈലിയിലൂടെയും മനസ്സുകൾ കീഴടക്കിയ ഓൾഡ് സ്കൂൾ ബോയ്സ് ടീമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അഖിൽ ദാസ്, വിനുഷ് ശോഭൻ, ശ്രീകാന്ത്, അഭിലാഷ്, നന്ദു ബിആർ ആൻഡ് ഉല്ലാസ് ടു ദ സ്റ്റേജ്. എല്ലാവരും വരിക, എല്ലാവരും ഒരുമിച്ച് വരിക. രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് ടീമിലേക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ച ചായമരം കഫേക്കും ഗോയിസിക്കും ഒരു ബിഗ് താങ്ക്സ്. ഇത് ആക്ച്വലി ഇതിൻ്റെ കൂടെ ഇത് വരാൻ പറ്റിയതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം നമ്മളിതിന് മുന്നേയും നമ്മൾ ട്രിപ്പിനൊക്കെ പോകുമ്പോഴും നമ്മളുടെ അഖിൽദാസിൻ്റെ കയ്യിലൊരു ഇലക്ട്രിക് വാഹനമുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനൊരു റേഞ്ച് ആൻസൈറ്റി വരുന്ന ഒരു പ്രശ്നമുള്ളതായിരുന്നു ആദ്യം. പക്ഷേ നമ്മളെ 1-2 തവണ ഹെൽപ്പ് ചെയ്ത് ഗോയിസി തന്നെയാണ്. നമ്മളിങ്ങനെ ബിഗ് ട്രിപ്പിനൊക്കെ പോയപ്പോഴത്തേക്കിനും മെയിൻലി ഗോയിസിൽ തന്നെയാണ് ചാർജ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു EV സെക്ടറിൻ്റെ ഭൂമിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഈ ഗോയിസിയിൽ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. ബിഗ് താങ്ക്സ്. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന നാളുകളിൽ ഇതൊരു ഭയങ്കര ബൂമിങ് ഇൻഡസ്ട്രി തന്നെ ആയിരിക്കും. അതും എനിക്ക് തോന്നുന്നു പാൻ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യ ലെവലിൽ ഒരു വലിയ സക്സസ്സായി മാറട്ടെ ഗോയിസി. താങ്ക് യു. ഞങ്ങളുടെ ആദ്യത്തെ ഉദ്ഘാടനമാണ്. നമ്മളൊരു ടീമായിട്ട് വരുന്ന ഓൾഡ് സ്കൂളിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനമാണ്. അതായത് ഞങ്ങളെ ക്ഷണിച്ച ഗോയിസിക്ക് വളരെ നന്ദി. താങ്ക് യു. നമുക്ക് റിബൺ കട്ടിങ്ങിലേക്ക് നടക്കാം. പ്ലീസ്. ചടങ്ങാണ് ബാക്കിയുള്ളത്. അതായത് ആദ്യമായിട്ട് ഈ ചാർജിങ് മെഷീനിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ചടങ്ങ്. നമ്മുടെ വണ്ടി ഇപ്പോൾ എത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ആ ഫസ്റ്റ് ചാർജിങ്ങിലേക്ക് എത്താം. വേദി ഒന്ന് ക്ലിയർ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു മൈൻഡിൽ. ഇതൊരു സർവീസാണ് മോറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് ഒരു വാക്ക് കിട്ടിയില്ല. സാധിച്ചു എന്നുള്ളൊരു വാക്ക് എനിക്ക് കിട്ടിയില്ല. ആൻസൈറ്റിയുടെ എനിക്ക് ആൻസൈറ്റി ആയതുകൊണ്ട് ഒരു വാക്ക് കിട്ടിയില്ല. അതെ, അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ 2-3 ലൈൻ ഇങ്ങനെ അന്ന് നമ്മളൊന്നും പറഞ്ഞില്ല. നല്ല ഇംപ്രൂവ്മെന്റ് അന്ന് നല്ലതായിരുന്നു. താങ്ക് യു. ഇവരുടെ ഈ സപ്പോർട്ട് കാണുമ്പോഴാണ്, അല്ലേ, ഈ സപ്പോർട്ട് സ്നേഹം കാണുമ്പോഴാണ്. അങ്ങനെ നമ്മളുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അല്ലേ, നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും പക്ഷേ ഒരുപാട് ഈ ഉദ്ഘാടനം ചെയ്യാൻ തന്നെ ഇൻവെസ്റ്റേഴ്സും അതിൻ്റെ ആൾക്കാരും ഒക്കെ കുറേ പേരുണ്ടായിരുന്നു. നല്ല ഓളമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതെനിക്കൊന്ന് ഗോയിസിയുടെ ഓണറിൻ്റെ തന്നെ വണ്ടിയാണെന്ന് തോന്നുന്നു, അല്ലേ? എടാ, നമ്മളൊരു ബിസിനസ് ഐഡിയ ആയിരുന്നു. നമ്മൾ ഇൻഡെക്സ് പോഡ്കാസ്റ്റ് നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്കൊരു കഫേരെ കൂടെ ചാർജിങ് സ്റ്റേഷൻ തുടങ്ങാൻ. അതായത് ഇതൊരു നല്ല സാധനമാണ്. അതായത് ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ
നമുക്കൊരു ചായ കുടിച്ച് അതെ അതെ. ഇതൊരു 80 നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഗോയിസിയെ സമീപിക്കുക. അതെ അതെ. ടീമിനെയും എസ്പെഷ്യലി ഓൾഡ് സ്കൂൾ ബോയ്സ് ഇന്നിവിടെ വന്ന് ഈ ഒരു പർട്ടിക്കുലർ ചാർജിങ് സ്റ്റേഷൻ ഞങ്ങൾക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തു തന്നു. ഞാൻ ഇവരുടെ വ്ളോഗ്സ് ഒക്കെ പലവട്ടം കാണാറുണ്ട്. വളരെയധികം രസകരമായിട്ടുള്ള അവരുടെ ജേർണിയും കാര്യങ്ങളും എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് അവർ ചെയ്യുന്നത്. എല്ലാവരും അവരുടെ യൂട്യൂബ് ചാനലും കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണം, അവരെ സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് അവരാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഓരോരോ പുതിയ പുതിയ ഡെവലപ്മെന്റ്സും നാട്ടിൽ നടക്കുന്ന പല പല കാര്യങ്ങളും തുറന്നു കാട്ടുന്നത്. സോ താങ്ക് യു സോ മച്ച് ഓൾഡ് സ്കൂൾ ബോയ്സ് ടു കമ്മിങ് ഹിയർ ആൻഡ് ഇനാഗ്രേറ്റിംഗ് ഓൾ ദീസ് ചാർജിങ് സ്റ്റേഷൻ. താങ്ക് യു സോ മച്ച്. ഇതോടെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് ഔദ്യോഗികമായി അവസാനിച്ചത് അറിയിക്കുന്നു. താങ്ക് യു. അങ്ങനെ നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. എങ്ങനെ ഉണ്ടായിരുന്നു? വിജയകരമായി ഞങ്ങളൊന്നും ഇല്ലാതെ ഒരു കാര്യം. ആക്ച്വലി സ്പീക്കിംഗ് ഇന്ന് വേറെ അനർത്ഥങ്ങളൊന്നും ഉണ്ടായില്ല, നന്നായിട്ട് നടന്നു. അപ്പൊ ഈ ചാർജിങ് സ്റ്റേഷൻ എല്ലാവരും നോക്കി വെച്ചേക്കുക. ഇത് നമ്മളെല്ലാവരും കിളിമാനൂർ ചട്നി മാമിര നേരെ ഓപ്പോസിറ്റ് ആണ്. പുളിമാത്ത് എന്ന് പറയും. കിളിമാനം മരം ചായയാണ്. ചായ മരം എന്നും പറയും, മരം ചായ എന്നും പറയും. പിന്നെ ഇതൊരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനാണ്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാം. 80 കിലോവാട്ടിന്റെ 80 കിലോവാട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചായയൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. ഇനി നമുക്ക് നമ്മുടെ ഉദ്ഘാടനത്തിന്റെ റിവ്യൂ, ബയസ്ഡ് അല്ലാത്തൊരു റിവ്യൂ കേൾക്കാം. നിങ്ങള് തുടക്കം തൊട്ടേ വന്നിരുന്നതാണ്. കണ്ണിലുണ്ണിയാണ്. പറ ഒട്ടും ബയസ്ഡ് അല്ലാതെ പറയണം. സംസാരിച്ച് തുടങ്ങിയപ്പോൾ ചെറിയൊരു നെർവസ്നെസ് ഉണ്ടെന്ന് തോന്നി. കൊള്ളായിരുന്നു, നന്നായിട്ട് സംസാരിച്ചു. എന്തായാലും ഇത്രയും നേരം വന്നു തന്നതിന് താങ്ക്സ്. അതാ ശരിയാണ്, നിങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. നിങ്ങളൊരു താങ്ക് യു ഫോർ കമ്മിങ്. വീക്കെൻഡ് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ നന്ദി. നമുക്ക് ഓരോ കടിയും കൂടെ കടിക്കാം. നമുക്കൊരു നമുക്ക് വല്ലതും കഴിക്കാം. താങ്ക്സ് ഫോർ കോളിംഗ്. അല്ല, അടുത്ത തൊട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ്. അടുത്ത തൊട്ട് അപ്പോൾ നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കഫേയുടെ ആംബിയൻസ് ആസ്വദിക്കാൻ വേണ്ടി മേളിൽ വന്നിട്ടുണ്ട്. ഇതാണ് മാരൻചായ് കഫേയുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ നല്ല രസമുണ്ട്. ഹിമാചലിലൊക്കെ പോയ ഒരു അറ്റ്മോസ്ഫിയർ. ഹിമാചലിൽ ഒരുപാട് തവണ പോയിട്ടുള്ളതുകൊണ്ട് അവൻ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബുക്കൊക്കെ വായിച്ചിവിടെ ഇരിക്കാം. ബുക്കുണ്ട്, ഇപ്പോൾ തന്നെ വായിച്ചു. ഇത് അത്രയും സമയമൊന്നും ഉണ്ടല്ലോ ചാർജ് പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ഒരു ചായ കുടിക്കുന്ന നേരം. ചായ മാത്രമല്ല, വേറെ ജ്യൂസ് ഉണ്ട്, കാടമുട്ടയുണ്ട്, ഉള്ളിക്കായുണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കൂടെ മാറ്റിയിട്ടതല്ല, അവരെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, വളരെ വിജയകരമായിട്ടാണ് ഓൾഡ് സ്കൂൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയത്. നാട് നല്ലതായിട്ട് മുന്നിട്ടുണ്ട്. നന്നായിട്ട് മുറിക്കാൻ പറ്റിയ സന്തോഷത്തിൽ നമ്മൾ ഈ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച ഗോയിസിക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ചായവരം കഫേക്ക് നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് വണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചാർജ് ചെയ്യുക. ഇലക്ട്രിക് വണ്ടി ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് ചായ കുടിച്ചിട്ട് പിരിയുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഉദ്ഘാടനം ഉണ്ടെങ്കിൽ അതിനും വിളിക്കണം. നമ്മൾ എന്ത് ഉദ്ഘാടനവും വിജയകരമായിട്ട് ചെയ്ത് കൊടുക്കപ്പെടാം. എക്സ്പീരിയൻസ് ആയി. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ.